ഹായ്, വെൽക്കം ടു അവർ ചാനൽ വിനാസ് പഹേലി. അപ്പോൾ ഇന്ന് നമ്മൾ ദേവദൂതൻ സിനിമ കാണാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സിനിമ കാണാൻ പോകുന്നത് BB മോളിലാണ് കേട്ടോ, തൃപ്രയാർ. അപ്പോൾ കുറേ നാളായി അവിടെ പോകണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആക്ച്വലി ഞങ്ങളുടെ ഇരിങ്ങാലക്കുട ഉണ്ട് ഫിലിം, പക്ഷേ അന്ന് ഉച്ചയ്ക്കായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് പോകാനായിട്ട് ഒഴിവുണ്ടായില്ല. അപ്പോൾ അങ്ങനെ 6:30 ഷോ നോക്കിയപ്പോഴാണ് ഇവിടെ കിട്ടിയത്. അപ്പോൾ ഓൾറെഡി ഞങ്ങളിവിടെ പോയിട്ടുമില്ല, അപ്പോൾ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല ഫിലിമാണ് കേട്ടോ. ഓൾറെഡി കഥ അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ തിയേറ്ററിൽ കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം അങ്ങനത്തെ ഒരു പ്രേതവും അങ്ങനത്തെ ഒരു മിക്സ് ആയിട്ടുള്ള ഫിലിമാണല്ലോ. അപ്പോൾ അത് ഭയങ്കര രസമായിട്ട് തോന്നി. ഇത് ഞങ്ങൾ ഇടമുട്ടത്തൊരു സ്ഥലത്ത് വന്നതാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ. ഇവിടെ എല്ലാ ഹോട്ടൽസും ഉണ്ട്, അതായത് എല്ലാ എന്താ പറയുക ഫുഡും ഉണ്ട്. കുഴിമന്തി, ഫ്രൈഡ് റൈസ്, ഡ്രിങ്ക്സ്, KFC എല്ലാം ഉണ്ട്. എല്ലാം കൂടിയിട്ടുള്ളൊരു സംഭവം. നല്ല രസമാണ് അവിടുത്തെ ഫുഡുകളൊക്കെ. നല്ല സ്ട്രീറ്റ് വൈബുണ്ട് അങ്ങനെ. പറഞ്ഞോ. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മുടെ പുതിയ ഫിലിമായ ദേവദൂതൻ ഇറങ്ങിയിട്ടുണ്ട്. പുതിയ ഫിലിം മീൻസ് പഴയ ഫിലിമാണ്, ഇപ്പോൾ അവർ ആയിട്ട് ഇറക്കിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മളത് കണ്ടിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം. ഇപ്പോൾ അന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല, ആക്ച്വലി നൈറ്റിലാണ് കണ്ടത്. പിന്നെ ഞങ്ങൾ വന്നപ്പോൾ ഒക്കെ വൈകി, പിന്നെ അങ്ങനെ കിടന്നു. അപ്പോൾ നമ്മൾ പഴയ ഒരു ഫിലിം നമ്മൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു എത്ര നാളായിട്ട് അത് ഇറങ്ങിയിട്ട് 31 വർഷം. ഇല്ല, അത് മൺചിത്താഴാണ്. മൺചിത്താഴ് ഇതേപോലെ ഇറങ്ങാൻ പോകുന്നില്ല. ഏകദേശം ആ ഒരു ടൈം ഉണ്ടാവും. എന്തായാലും 30 years ഗ്യാപ്പ് ഉണ്ടാവില്ല, എന്തായാലും അതിന് കുറവുണ്ടാവുള്ളൂ ചിലപ്പോൾ. അപ്പോൾ ആ ഒരു ടൈമിൽ അപ്പോൾ നമ്മുടെ ആ കാലഘട്ട വ്യത്യാസം നമുക്ക് ശരിക്കും അറിയുന്നുണ്ട്. പക്ഷേ ആ സൗണ്ടും അതിൻ്റെ ആ ഒരു മ്യൂസിക്കും ശരിക്കും ഈ ഒരു സൂപ്പർ നാച്ചുറൽ ഫിക്ഷണൽ എന്നുള്ളൊരു ഫിലിമാണ് അത്. പക്ഷേ തിയേറ്ററിൽ നല്ല എക്സ്പീരിയൻസ്, നല്ല എന്താ പറയുക, നല്ല രസമായിട്ട് തോന്നി. അപ്പോൾ നമ്മൾ പഴയ പടം നമുക്ക് കഥ അറിയാമെന്നുണ്ടെങ്കിലും നമ്മൾ അതൊരു പുതിയൊരു ഇതിൽ എന്താ പറയുക തിയേറ്ററിൽ കണ്ടപ്പോൾ, ഈ ഒരു കാലഘട്ടത്തിൽ കണ്ടപ്പോൾ നമുക്കത് ശരിക്കും എന്താ പറയുക നല്ല രസമുണ്ടായില്ലേ? എന്താ അഭിപ്രായം? നല്ല ഫീലായിരുന്നു. പറഞ്ഞ പോലെ ദേവദൂതൻ പടം TV-യിലാണ് കണ്ടിട്ടുണ്ട്. ഈ അലീന പാട്ട് ഉള്ളത് അതല്ലേ, ആ പാട്ട് ഈ ഫിലിമിലെ പാട്ടുകളല്ല ഹിറ്റ്, വളരെ സൂപ്പർ പാട്ടുകളാണ്. ഇപ്പോഴാണ് നമ്മൾ കറക്റ്റ് അത് ആസ്വദിച്ചിരുന്ന് എന്തൊരു മഹാനുഭാവലു അതൊക്കെ ആസ്വദിച്ച് കേൾക്കുന്നത്. പക്ഷേ ശരിക്കും ഞങ്ങള് തിയേറ്ററിൽ ചെന്നപ്പോൾ ഇച്ചിരി വൈകിട്ടോ, ഞങ്ങള് ഇവിടെ ഇറങ്ങിയപ്പോൾ വൈകിയപ്പോഴേ. പക്ഷെ ഈ പാട്ടാണ് തുടക്കാൻ പാട്ടാണല്ലോ. അപ്പൊ എല്ലാവരും ഇങ്ങനെ ആൾക്കാർ കുറവായിരുന്നു, പക്ഷെ ഇത്തിരീശായാലും കുറച്ച് നാളായി ഇപ്പൊ പടം ഓടുന്നു അല്ലേ. അപ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടാവും അതിന്റെ അണിയറ പ്രവർത്തകർക്ക്. അതന്നെ, നമുക്ക് സന്തോഷം ഉണ്ട് അത് കാണുമ്പോൾ. അപ്പൊ ആ പാട്ട് ഭയങ്കര ഇമ്പുള്ള മ്യൂസിക് ആട്ടോ. നമുക്ക്
നല്ലൊരു ഫീൽ. എത്ര കേട്ടാലും നമ്മൾ എന്നും കേൾക്കുന്നതാ. അപ്പം ഞങ്ങളൊക്കെ പാട്ടുകൾ വെക്കുമ്പോൾ ഞങ്ങളുടെ സെലക്റ്റഡ് ആയിട്ടുള്ള പാട്ടാണ് അതും. അപ്പോൾ പിലുവിനൊക്കെ ഭയങ്കര ഇഷ്ടം ഈ പാട്ട്, അവൾക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ എന്നാലും അവൾ കണ്ടിട്ട് ആ പാട്ട് വന്നപ്പോൾ മാത്രം, ആക്ച്വലി പടം കണ്ടെങ്കിലും ആ പാട്ട് വന്നപ്പോൾ അവൾ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. അപ്പോൾ അവർക്ക് പോലും ഇഷ്ടമാവുന്നുണ്ട്. അപ്പോൾ അത്ര ആ മ്യൂസിക്കിൻ്റെ എഫക്റ്റീവ്, അതിൻ്റെ ഒരു എഫക്റ്റാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആൾക്കാരെല്ലാം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അതുപോലെ ഈ പടത്തിൻ്റെ എൻഡിൽ ഈ പാട്ട് കാണിക്കുന്നത്, അപ്പോഴും ആൾക്കാർ പോകുന്നില്ല, അത് കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. അപ്പോൾ നമ്മളെന്താ പാട്ടിനെ കുറിച്ച് പറഞ്ഞല്ലേ, പാട്ട് മ്യൂസിക് അടിപൊളി. പിന്നെ ഫിക്ഷൻ ആയതുകൊണ്ട് നമ്മൾ ആ സിനിമയായിട്ട് എടുക്കണമല്ലോ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലെ ഒരു ഇതൊക്കെ കാണാൻ അതായിട്ട് നമ്മൾ മിക്സ് ചെയ്യരുത്. പക്ഷെ മൊത്തത്തിലുള്ള ആ ഒരു സ്ക്രിപ്റ്റ് അടിപൊളിയാണ്. നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് പ്രതീക്ഷിക്കില്ല അല്ലേ. ട്വിസ്റ്റും ടേണും കുറേ ട്വിസ്റ്റുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര സൂപ്പറാണ്. പിന്നെ കൊല്ല ചെയ്യണതും കഥ എല്ലാവർക്കും അറിയാമെങ്കിലും ആൾക്കാർ പോയി കാണുന്നുണ്ടെങ്കിൽ ആ പടത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു സ്ട്രെങ്ത് തന്നെയല്ലേ. ആ ഒരു സിബി മലയിൽ അദ്ദേഹം അടിപൊളിയാണ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അതന്നെ സൂപ്പറാണ്. പ്രാവ് വരുന്നതും അല്ലേ, എന്താ പറയാ, ആ പ്രേതത്തിനെ രാത്രി അത് അടിപൊളിയാണ്. നമ്മള് ടിവിയിൽ കാണുമ്പോ തന്നെ നമുക്ക് ആ ഒരു ഇത്. അപ്പൊ നമ്മള് റിയൽ ഇതില് പോച്ചു ആക്ച്വലി എല്ലാം ഞെട്ടിക്കണത് കണ്ടിട്ട് പോച്ചു തലയും കൂടെ ഫീലുണ്ട് ടർക്കിയിട്ടിരിക്കുകയായിരുന്നു. അവൻ തന്നെ പറഞ്ഞു ശരിക്കും പോച്ചുനെ ഉൾപ്പെടുത്തേണ്ടതായിരുന്നു. കാരണം അവൻ ഇന്നലെ ഇടയ്ക്കിടയ്ക്ക് പറയായിരുന്നു, അമ്മ പടം സൂപ്പറായിണ്ട്. ഇത്തിരി ഞാൻ പേടിച്ചു, എന്നാലും പടം അടിപൊളിയായി, സൂപ്പറായി. ഇനി ഞാൻ അവനിപ്പോൾ ഇവിടെ ഇല്ല. അപ്പോൾ അവൻ വരുമ്പോൾ അവൻ ആളുടെ വീട്ടിലാണ്. അപ്പോൾ അവൻ വരുമ്പോൾ ഞാൻ അവനോട് ചോദിച്ചിട്ട് ഒരു ക്ലിപ്പ് ഇതിൽ ആഡ് ചെയ്യാം. അതായത് അവർ പുതിയ കുട്ടികളാണല്ലോ, അപ്പൊ അവർക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ആ പടത്തിന്റെ കോച്ചത് കണ്ടിട്ടുണ്ട് എന്റെ കൂടെ. അവൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു അമ്മ നമ്മൾ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടെ പല കുട്ടികളും വന്നിട്ട് അവര് തന്നെയാ അവരച്ഛനമ്മമാര് അമ്മ ഇത് നമ്മുടെ മാമന്റെ വീട്ടിൽ പോയപ്പോ കണ്ടതല്ലേ കൊച്ചോടെ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ പക്ഷെ അത് ഇന്നലെ ഏത് പടത്തിനാ പോയേ? എങ്ങനെയുണ്ട് പടം? സൂപ്പർ. ഇഷ്ടായോ നിനക്ക്? ആരാണ് അതിലെ ഹീറോ? മോഹൻലാലാണോ? എനിക്കങ്ങനെ മോഹൻലാലിനെ അറിയാം. ഏത് പടത്തിലാണ് കണ്ടിരിക്കണേ? പറ, ആലോചിച്ചോക്കെ ഏത് പടത്തിലാണ് മുന്നേ മോഹൻലാലിനെ കണ്ടിരിക്കണേ? പെട്ടെന്ന് നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് മോഹൻലാലിൻ്റെ പടം തോന്നുന്നില്ല? പുലിമുരുകൻ. പുലിമുരുകൻ കണ്ടിട്ട് പോച്ച് പുലിമുരുകൻ്റെ പറഞ്ഞ നിന്ന് ഓർമ്മയുണ്ടാ? ബ്ലാക്ക് മാനാ? ഇതാരത്? ഓഹ്, എനിക്ക് മോഹൻലാലിനെ അറിയില്ലേ? ഓക്കെ, പറയ്. ദേവദൂതൻ പടം കണ്ടിട്ട് നീക്ക് എന്തിട്ടാണ് അതിൽ ഇഷ്ടമായത്? എങ്ങട് അപ്പൊ കേട്ടില്ല അല്ലേ. എന്നിട്ട് മോഹൻലാല് വന്നപ്പോ വന്ന് നോക്കിയപ്പോ എന്താ മേഡം അവിടെ മരിച്ചിടുന്നു. ക്ലൈമാക്സ് അല്ല അത്? അതാണോ ഇഷ്ടമായത്? എനിക്ക് ശരിക്കും പേടിയാ. പേടിയാണോ? എന്തിനാ പേടിക്കാനുള്ളത് അതില്? അസ്ഥി കൂടെ എന്നിട്ട് പേടിക്കാനുള്ളത്? ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ അസ്ഥി കൂടാവും, അതിനൊന്നും പേടിക്കാനുള്ളത്? കൈ അസ്ഥി കൂടം കൈ ഇങ്ങനെ പൊന്തി വരുന്നത് ഭയങ്കര അത്ഭുതമായി തോന്നി അല്ലേ? അതാരുടെ അസ്ഥി കൂടായിരുന്നു? പിന്നെ വേറെ അതിൽ പാട്ടുകളൊക്കെ ഇഷ്ടമായോ? ഏതാ എവിടെയോ കേട്ടിട്ടുണ്ട്? എവിടെയാ കേട്ടിക്കണേ? ഏത് സ്ഥലത്ത്? എന്നാ പാട്ടൊന്ന് പാടിയേ.
പൂവേ പൂവേ പാലപ്പൂവേ അതന്നെ ഏത് പാട്ട് പാടിയേ? അത് പാടുമ്പോ എനിക്ക് തെറ്റുന്നു. പറഞ്ഞാൽ പാടി നോക്ക്. പൂവേ പൂവേ. ഉറക്കപ്പാട് എനിക്ക് പാടാൻ കിട്ടില്ല. ഉറക്കപ്പാട് പാടാൻ കിട്ടില്ല. നോക്കി നീ പാടിയത് കറക്റ്റാ. നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ വേറെ എക്സ്പീരിയൻസ്. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ചു, അവൾ അങ്ങനെ തന്നെ പറഞ്ഞത്. അതിൻ്റെ ഒരു മ്യൂസിക്കും അതിൻ്റെ ഒരു സൂപ്പർ നാച്ചുറൽ ആ ഒരു സംഭവം ഫിക്ഷനും കാര്യങ്ങളൊക്കെ പ്രേതമല്ല ആ ഒരു എന്താ പറയുക, ആ സോള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതൊക്കെ ശരിക്കും നമുക്ക് തിയേറ്ററിൽ കാണുമ്പോൾ കുറച്ചും കൂടി അതിൻ്റെ ഒരു എഫക്റ്റ് മനസ്സിലാവുന്നത്. സൂപ്പറായിരുന്നു. പിന്നെ കുറെ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കുറേ കട്ട് ചെയ്തു. ജഗതിയുടെ സീൻസ് ഒന്നും കാണിച്ചിട്ടില്ല. സീൻസ് കാണിച്ചിട്ടില്ല. പിന്നെ അതുപോലെ ഐഡിയകളെ കാണിച്ചിട്ടില്ല. ഇടി മാത്രം കാണിക്കുന്നുള്ളൂ. കോമഡി ജഗദീഷിന്റെ കോമഡി എന്തൊക്കെയോ കോമഡി തുടക്കത്തിലെ കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട്. വെറുതെ ബോറടിപ്പിക്കേണ്ട വെച്ചിട്ട് ഇതൊന്നും ഇത് 3 മണിക്കൂർ പടം തോന്നും ശരിക്കും. അത് കട്ട് ചെയ്ത് 2.5 മണിക്കൂറിലേക്ക് 2.25 മണിക്കൂറിലേക്കൊക്കെ ആൾക്കാർക്ക് എന്തായാലും കണ്ടുള്ള പടമാണ്. അപ്പോൾ അതിലുള്ളതിൽ നല്ല ഭാഗങ്ങൾ മാത്രം കാണിച്ചിട്ട് അതിന് വേണ്ടിയിട്ടാണ് അവരത് ഇറക്കിയിരിക്കുന്നത്. എന്തായാലും പടം എന്തായാലും കാണാൻ പറ്റും. നിങ്ങൾക്ക് അങ്ങനെ കാണണമെന്ന് ആഗ്രഹം എന്തായാലും കാണണം. അത് നമ്മളിപ്പോൾ ഇങ്ങനെ നമുക്ക് അറിയുന്ന കഥയല്ലേ, അപ്പോൾ അങ്ങനെ വിചാരിക്കരുത് കേട്ടോ. നമുക്ക് കാണുമ്പോൾ അതിൻ്റെ ഒരു മനസ്സിലാകാൻ മ്യൂസിക്, നമ്മളൊരു പടത്തിൻ്റെ BGM എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമാണ്. അപ്പോൾ അത് ഭയങ്കര രസമായിട്ട് നമുക്ക് ആ ഒരു പ്രണയവും കാത്തിരിപ്പും എന്താ പറയുക, അതിൻ്റെ ഒരു പ്രേതമല്ല, ആ ഒരു ആത്മാവിൻ്റെ അത് ഇതും കമ്മ്യൂണിക്കേഷനും. പിന്നെ മോഹൻലാൽ അറിയാലോ സാർ, അദ്ദേഹം ഭയങ്കര സൂപ്പറുണ്ട്. അപ്പോൾ ആ ഒരു ഇതൊക്കെ ഭയങ്കര മുരളീനാണോ ഭയങ്കര ഒരു ഫീലായി. കുറേ നാൾക്ക് ശേഷമല്ല മുരളീനെ കാണുന്നത്. ഞാൻ പിന്നെ തിയേറ്ററിൽ ആളെ കണ്ടിട്ടില്ല. നമ്മൾ ആ കാലഘട്ടത്തിൽ അങ്ങനെ തിയേറ്ററിൽ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. ഭയങ്കര ലെനക്ക് ഭയങ്കര ചെറുപ്പകാലത്താണ്. ഭയങ്കര ചെറുപ്പമല്ലേ. അപ്പൊ അവരൊക്കെ തിയേറ്ററിൽ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെ ആ പാട്ടുണ്ടല്ലോ എന്തരോ, ആ പാട്ടില് തുടക്കത്തിലെ കുറച്ച് സിംഗേഴ്സിനെ ഇങ്ങനെ കാണിക്കുന്നത് ഓണപ്പാട്ട് പാടുന്ന പോലെ. അപ്പൊ അവരൊക്കെ തിയേറ്ററിൽ ഇപ്പൊ അവര് കാണുമ്പോ എന്തായാലും ഭയങ്കര ഒരു സന്തോഷമായിട്ടുണ്ടാവും. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ്. എന്തായാലും ഇങ്ങനെ ഒരു തോട്ട് അടിപൊളിയാണ് കേട്ടോ. പഴയ ഈ പാട്ട് ഞങ്ങള് പാടിയിട്ടുണ്ട്. ഞങ്ങളുടെ യൂണിയന്റെ ഇതിന് ട്രെയിനിൽ മീറ്റിന് ഞാനും സിബിരാജ കുറിച്ച് ഈ പാട്ട് പാടിയിട്ടുണ്ട്. ഫസ്റ്റത്തെ 2-3 അതല്ലേ ఎందరో మహాను పావులు. സൂപ്പറാണ്. എന്തായാലും അടിപൊളിയാണ്. ശരിക്കും ഒരു അപ്ലോസ് കൊടുക്കേണ്ടതാണ്. ഭയങ്കര എന്താ പറയാ, ശരിക്കും കാണേണ്ട ഫിലിം. എന്തായാലും കാണാട്ടോ പോയിട്ട്, ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ. എന്തായാലും തിയേറ്റേഴ്സിലെ ആൾക്കാർ എല്ലാ പാട്ടും. പിന്നെ എന്താ പൂവേ പൂവേ പാലപ്പൂവേ, അതുപോലെ തന്നെ മറ്റേ വിരഹഗാനം പാടുന്നില്ലേ, അത് ശരിക്കും ആരാ പാടിയത്? ജാനകിയാണോ സലീമിയാണോ? ഗൂഗിൾ ചെയ്ത് ഞാൻ വിചാരിച്ചു, എനിക്കറിയില്ല. സൗണ്ട് ജാനകി പോലെ ഉണ്ട്, പക്ഷെ ഏതായാലും പാട്ടത് കേട്ടിട്ടുണ്ട് കുറെ പാട്ട്. നല്ല അതും നല്ല സോങ് ആണ്. പിന്നെ ഇതിന്റെ ഭാഗങ്ങളൊക്കെ എൻ ജീവനിൽ എന്നാണു നീ ഇനി എന്നു കാണും നേരമായി. അവിടെ ഒരു പാട്ടും പൊട്ടാന്ന് പറയാനില്ലേ, നല്ല സൂപ്പർ പാട്ടാണ്. പൊട്ടാൻ മീൻസ് അങ്ങനെയില്ല, നമുക്ക് മടുക്കില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു പാട്ട്. പണ്ടത്തെ ഒരു പാട്ടുകളുടെ പ്രത്യേകത അതാണ്. നമ്മൾ ഒരിക്കലും മടുക്കും. ഞങ്ങളൊക്കെ പാട്ടുകൾ വീട്ടിൽ വെക്കുമ്പോൾ നമ്മൾ പണ്ടത്തെ 80s 90s പാട്ടുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മടുക്കില്ല നമുക്ക്. അതിൻ്റെ ഒരു പല്ലവിയും എല്ലാ സംഭവവും സൂപ്പറാണ്. അപ്പോൾ നല്ല അടിപൊളി ഒരു ഫിലിമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്ന ഞാൻ കേട്ടത് അന്നത്തെ കാലത്ത് ഇത്ര ഹിറ്റ് ആയിരുന്നില്ല ഫിലിം എന്ന് ഞാൻ കേട്ടിട്ടില്ല. എന്തോ 3 സംസ്ഥാന അവാർഡോ കിട്ടിയിട്ടൊക്കെ ഉണ്ട്. ജൂറി അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്നാലും ആൾക്കാർക്ക് വേണ്ട രീതിയിൽ എത്തിച്ചേർന്നിട്ടില്ല പടം. മേ ബി അന്നത്തെ ടേസ്റ്റ് വ്യത്യാസമായിരുന്നല്ലോ. അപ്പൊ വേറൊരു ഇതാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അല്ല, മോഹൻലാലിൽ നിന്ന് കുറെ ഇടിയും ഫൈറ്റും ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ടൈമാണത്. ആ ടൈമിൽ വ്യത്യസ്തമായിട്ട് പിന്നെ മൺതാഴ് പോലെ അത്രയ്ക്ക് അങ്ങോട്ട് ആ ലെവലിലേക്ക് എത്തിയില്ല എന്ന് ആൾക്കാർക്ക് തോന്നലൊന്നും ഉണ്ടായിട്ടുണ്ടാവും. പിന്നെ കുറെ സൂപ്പർ നാച്ചുറൽ ആണല്ലോ അതിലെ, ഫിക്ഷൻ ആണ് മൊത്തത്തിൽ. ഇപ്പൊ പ്രേതം എന്നുള്ളൊരു കോൺസെപ്റ്റ് വരുമ്പോ പിന്നെ ആർക്കും അങ്ങനെ വലിയ ഇതുണ്ടാവില്ല. റിയൽ പ്രേതമല്ല കാണിക്കുന്നത്, ജസ്റ്റ് ഒരു ഫീൽ മാത്രമാണ് വരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ. ഇപ്പൊ ഇങ്ങനത്തെ ഫീലുകളൊക്കെ ഇപ്പൊ എല്ലാവർക്കും ഉൾക്കൊണ്ട് തുടങ്ങി. ഒരുപാട് പടങ്ങളിൽ അങ്ങനെ വന്നപ്പോ അതുകൊണ്ട് അത് കൂടുതലായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നതിപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. സിനിമ എന്തായാലും ഇഷ്ടമായി. എന്തായാലും വർത്താണ് കേട്ടോ. കാണുന്നത് നമുക്ക് എന്തായാലും നഷ്ടമായിട്ട് തോന്നില്ല. കണ്ട പടമല്ലേ എന്ന് തോന്നില്ല. എന്തായാലും ഇഷ്ടപ്പെടും. മണിച്ചിത്രത്താഴം കാണും. നെക്സ്റ്റ് വീക്കിൽ മണിച്ചിത്രത്താഴം ഇറങ്ങുന്നുണ്ട്.
എല്ലാവരെയും ഫേവറേറ്റ് പടമാണ്. അയ്യോ, നമ്മളൊക്കെ എത്ര പ്രാവശ്യമാണ് അത് കണ്ടിട്ട്. ടിവിയിലോ സെർച്ച് ചെയ്ത് കാണാം നമ്മൾ അതെ, യൂട്യൂബിൽ. അതെ. ഞാൻ എന്നാളും കൂടി കണ്ടു ആ പടം. അത് എത്ര കണ്ടാലും ഞാൻ മടുപ്പില്ല. നമ്മൾ വാച്ച് ലിസ്റ്റിൽ കിടക്കുന്നുണ്ട് മറ്റേ സമയം കിട്ടുമ്പോ കാണാൻ. അതെ, ചില പടങ്ങൾ നമുക്ക് കാണുമ്പോൾ ഇത് കണ്ടതല്ലേ എത്ര നാളെ സെയിം ഓടിക്കാൻ. പക്ഷെ ഈ പടം എത്ര സീൻ കണ്ടുകഴിഞ്ഞാലും നമ്മളവിടെ കണ്ടിരിക്കും, ഇരുത്തും. അത് അങ്ങനത്തെ ഒരു പടം എല്ലാം ഉണ്ടല്ലോ അതില്. പിന്നെ അപ്പൊ പിന്നെ മനസ്സിലാണ്ട് അത് അപ്പൊ പറയാലോ അതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ. അപ്പൊ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയണ എല്ലാവർക്കും കാര്യമാണ്. അറിയുന്നതാണ്. എന്തായാലും ഞങ്ങളുടെ ശോഭനയാക്കിയത് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാക്കിയുള്ള പടമാണ്. കാരണം എടുത്ത് പറയാൻ ശോഭന ആ ഒരൊറ്റ മെയിൻ ക്യാരക്ടറാണ്. അത് ഒറ്റ ക്യാരക്ടറിൽ തന്നെ ആൾക്കാർക്ക് മികച്ച നടിയായിട്ടൊക്കെ കണ്ടിട്ട് നമുക്ക് എങ്ങനെയാ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് അറിയാം. അപ്പൊ ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര ബ്ലെസ്ഡ് ആണ് നമ്മളൊക്കെ. കാരണം നമ്മൾ അന്നത്തെ കാലഘട്ടത്തിൽ ടി.വിയിൽ കണ്ട ഫിലിം നമുക്ക് തിയേറ്ററിൽ കാണാൻ വെച്ചാൽ നമ്മളൊക്കെ ശരിക്കും ബ്ലെസ്ഡ് ആണ്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ നമ്മള് അത്ര കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ബോറടിപ്പിച്ചൊന്നും അറിയില്ല. ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ ഷെയർ ചെയ്തതാട്ടോ. അപ്പൊ അത്രയുള്ള വീഡിയോ. അപ്പൊ വൈൻഡപ്പ് ചെയ്തോ? പ്രിൻസിന്റെ വോയിസിൽ കേൾക്കാം. അയ്യോ, എനിക്ക് വൈൻഡപ്പ് ചെയ്യാൻ അറിയില്ല. ഞാൻ എത്ര കാരണം This is your YouTube channel. You have to speak. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഇതിൽ ഞങ്ങൾ തിയേറ്ററിൽ പോയ കുറച്ച് ക്ലിപ്സ് നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് കാണുക. അപ്പോൾ അങ്ങനെ അപ്പോൾ ഫിലിം എന്തായാലും കാണാതെ പറയാനുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൺ എന്തായാലും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറെ നല്ല വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ. ടാറ്റാ.